എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 4 ഗോഡ് ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോന് ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 10 സബ്സ്ക്രൈബേഴ്സ്. ഇന്നലെ വെച്ച ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ അൽപ്പിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് വീഡിയോ ഹൈപ്പ് കൂടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതായിരിക്കും. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വൺ പീസിലാദ്യമായിട്ട് ഈ 4 ഗോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ സ്കൈപ്പി ആർക്കിലാണ്. അപ്പോൾ നമ്മൾ അത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ലെങ്കിലും പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനത്തെ പേരിലുള്ള 4 ഗോഡ് ഫ്രൂട്ട് നമ്മുടെ വൺ പീസിലുണ്ടെന്ന്. അതിലൊരു ഫ്രൂട്ട് കഴിച്ചിരിക്കുന്നത് നമ്മുടെ ലൂഫിയാണ്. ഈ ഒറ്റൊരു ഫ്രൂട്ടിൻ്റെ പവർ തന്നെ എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ലൂഫിയുടെ ഗിയർ 5 ട്രാൻസ്ഫോർമേഷനോട് കൂടി നമ്മുടെ ലൂഫിയുടെ പവർ എത്രമാത്രം കൂടിയെന്നു, അതുപോലെ എന്നും എത്രമാത്രം പവർ നമ്മുടെ ലൂഫി യൂസ് ചെയ്യുന്നു നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും. കാരണം അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു ഡെവിൾ ഫ്രൂട്ടാണ് ഈ സൺ ഗോഡിൻ്റേത്. നമ്മൾ സ്കൈപ്പിയിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി 3 ഫ്രൂട്ട് കൂടെ ബാക്കിയുണ്ട്. അതിലൊന്ന് റെയിൻ ഗോഡ് ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗനാണ്. കാരണം ഡ്രാഗൻ എവിടെ വരുന്നോ അവിടെ ഒന്നെങ്കിലും മഴ പെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോംസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് നമ്മുടെ ഡ്രാഗനാണ് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളതെന്ന്. ഈ ഒരു തിയറി സത്യാവാനും ചാൻസ് ഉണ്ട്. കാരണം ഡ്രാഗൻ അത്രമാത്രം ഹൈപ്പ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗൻ എന്തായാലും ഒരു ഗോഡ് ലെവൽ പവറുള്ള ഫ്രൂട്ട് തന്നെ വേണം. അതുകൊണ്ട് നമ്മുടെ ഡ്രാഗൻ ആയിരിക്കും ഈ റെയിൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവുക. പിന്നെയുള്ളത് ഫോറസ്റ്റ് ഗോഡ് ഫ്രൂട്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഗോഡ് ഫ്രൂട്ട് ഇതിങ്ങനെയായിരിക്കില്ലേ ഇതിൻ്റെ പേരൊന്നും ഞാൻ വെറുതെ നിങ്ങൾ പറയുന്നില്ല. ഞാൻ കണ്ട ആ തിയറിയിൽ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ആ തിയറി പറഞ്ഞിട്ടുള്ളത് ഈ ഫ്രൂട്ട് കഴിച്ചിരിക്കുന്നത് നമ്മുടെ ഇമൂസമയാണ് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഇമൂസമ എപ്പോഴൊക്കെ വൺ പീസിൽ അപ്പിയർ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ഗാർഡനിലാണ് നമ്മുടെ ഇമൂസമനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ ഇമൂസമ കഴിച്ചിട്ടുണ്ടാവുക ഈ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. ഇതെനിക്ക് കണ്ടിട്ട് അത്ര ഒരു റിയലിസ്റ്റിക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മുടെ ഇമൂസമ ഫോറസ്റ്റ് ഗോഡ് ഫ്രൂട്ട് കഴിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഫ്രൂട്ടും വേണമെങ്കിൽ മറ്റാരെങ്കിലും ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് എർത്ത് ഗോഡ് ഫ്രൂട്ട്. ആ തിയറി പറഞ്ഞിട്ടുള്ളത് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളത് നമ്മുടെ 5 എൽഡേഴ്സിലൊരു മെമ്പർ ആയിരിക്കും എന്നാണ്. പക്ഷേ നമ്മുടെ 5 എൽഡേഴ്സിൻ്റെ പവേഴ്സൊക്കെ നമ്മൾ കണ്ട് അതിലിങ്ങനെ ഒരു പവർ യൂസറെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ ആ ഫ്രൂട്ട് കഴിച്ചത് 5 എൽഡേഴ്സിലൊരു മെമ്പർ തന്നെയായിരിക്കും. അതൊരു പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റിയേക്കും. ഇനിയിപ്പോൾ 5 എൽഡേഴ്സിലെ മെമ്പർ അല്ല ഈ ഫ്രൂട്ട് കഴിച്ചതെങ്കിൽ ആരായിരിക്കും ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എനിക്കിതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ സൺ ഗോഡിനെയും റെയിൻ ഗോഡിനെയും പറ്റി ഈ തിയറി പറഞ്ഞിട്ടുള്ള കാര്യം സത്യമായിരിക്കാം. പക്ഷേങ്കിൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ള 2 ഫ്രൂട്ട്സിനെ കുറിച്ചുള്ളത് എനിക്കത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രൂട്ട് നമ്മുടെ വൺ പീസിൽ എക്സിസ്റ്റ് പോലും ചെയ്യുന്നുണ്ടാവില്ല. ഒരു പക്ഷേ 4 ഗോഡ് ഫ്രൂട്ട് ഉണ്ടാവും. പക്ഷേങ്കിൽ എർത്തും അതുപോലെ തന്നെ ഫോറസ്റ്റും അങ്ങനെയൊന്നും ആയിരിക്കില്ല. വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും അതിൻ്റെ പവറൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യത്തിനെക്കുറിച്ച് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും തിയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഓപ്പണാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എത്തുക. ബൈ ബൈ.